Namaste. UGC NET Sanskrit Traditional Subjects Code 73 2022 ജൂലൈ ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ച ചോദ്യപേപ്പറിൽ നിന്ന് യൂണിറ്റ് 6 മീമാംസാ ദർശനം, ഇതിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത് അതിൻ്റെ ഒരു അവലോകനമാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഒരു യൂണിറ്റിനെ വീണ്ടും വിഭജിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: മീമാംസാ പരിചയ, ധർമ്മലക്ഷണം, ഭാവന, വിധി വിമർശ, ഷഡ്വിധ താൽപര്യനിർണായക ലിംഗാനി, ഇങ്ങനെ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഭാഗം മീമാംസാ പരിചയ, അതിൽ നിന്ന് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്? അധോലിഖിതം അനുച്ഛേദം പഠിത്വാ ഉത്തരാണി ദീയന്താം. അർത്ഥസംഗ്രഹത്തിൽ നിന്നൊരു പാരഗ്രാഫ് തന്നിട്ട് അവിടെ 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മൊത്തം ഈ ഒരു യൂണിറ്റിൽ നിന്ന് 11 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് തന്നെയാണെന്ന് മനസ്സിലാക്കാം. പിന്നെ അധോലിഖിതം ക്രമേണ യോജനീയം, ഈ അധികരണത്തിൻ്റെ ലക്ഷണം വെച്ചുകൊണ്ട് എന്തൊക്കെ ഘടകങ്ങളാണ് ഒരു അധികരണത്തിലുണ്ടാവുക എന്നതിനെ വെച്ചുകൊണ്ട് ചോദിച്ച ചോദ്യമാണത്. വിഷയ എന്നുള്ളതൊക്കെ. പിന്നെ സമുചിതം മേളനം കുരുത, ടുപ്ടീക, തന്ത്രരത്നം, ഇങ്ങനെ ഒരു ഭാഗത്ത് മീമാംസാ ഗ്രന്ഥങ്ങളെയും മറുഭാഗത്ത് അവയുടെ ആചാര്യന്മാരെയും തന്നിട്ട് അതിനെ യോജിപ്പിക്കാനായിട്ട്. മീമാംസാശാസ്ത്രാനുസാരേണ വൈദികവാക്യവിഭാഗേ കിം പരിഗണ്യത്തെ, മീമാംസാശാസ്ത്ര അനുസരിച്ച് വൈദികവാക്യത്തിൽ പെടുന്നത് ഏതാണ് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. പിന്നെ ഭാവന എന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചതാണ്. അർത്ഥേ ഭാവന കേന അംശേന ഉച്യത്തെ, ഏകപ്രത്യയഗമ്യത്വേപി സംഖ്യാദീനാം കഥം ന ശാബ്ദീ ഭാവനായാഃ സാധ്യത്വേന അന്വയഃ. പിന്നെ വിധി വിമർശ എന്ന ഭാഗത്തിൽ നിന്ന് ചോദിച്ചതാണ്. പ്രയോഗവിധേഃ പ്രമാണാനി പ്രാബല്യക്രമേണ യോജയത, വിനിയോഗവിധേഃ സഹകാരിഭൂതേഷു പ്രമാണേഷു ന പരിഗണ്യത്തെ, കർമ്മജന്യഫലസ്വാമ്യബോധകോ അധികാരവിധിഃ ഇത്യത്ര സ്വാമ്യം നാമ കിം, വിനിയോഗവിധേഃ ഷഡ്പ്രമാണേഷു ലിംഗമിതി കിം, ഷഡ്വിധ താൽപര്യനിർണായക ലിംഗാനി, ഇവിടെ നിന്ന് വന്ന ചോദ്യമാണ്. ശ്രൗതയാഗേ യാജ്ഞാപുരോനുവാക്യായാഃ പാഠകാലേ കസ്യ പ്രാഥമ്യം എന്ന്. അപ്പോൾ ഈയൊരു ഇതിലത്തെ ചോദ്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ട് അർത്ഥസംഗ്രഹം എന്ന ഗ്രന്ഥം പഠിക്കണം എന്നതാണ് മനസ്സിലാകുന്നത്. ഇവിടെ ഒരു കാര്യം കൂടിയും പറയാം. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുമ്പോൾ ചില ചോദ്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് ഒരു സംശയമായിട്ട് തോന്നാറുണ്ട്. പക്ഷെ എൻ്റെ യഥാശക്തി കഴിവിനനുസരിച്ചാണ് ഇവിടെ ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തു പോകുന്നത്. എന്തെങ്കിലും തെറ്റുകൾ വരുന്നതായി തോന്നിയാൽ അത് ചൂണ്ടിക്കാട്ടാൻ അഭ്യർത്ഥിക്കുന്നു. നമസ്തേ.